മാസ്റ്റർ ഫ്രാഞ്ചൈസികളെ ക്ഷണിക്കുന്നു. ഫോർ രജിസ്ട്രേഷൻ ലോഗ് ഓൺ ടു emasteronline.com. ഹലോ നമസ്കാരം ഫ്ലവർ. നമസ്കാരം. ജന്മന പ്രകൃതിയുടെ നിറങ്ങളിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട ഒരാൾ പിന്നീട് രവീന്ദ്ര ജെയിനെ പോലെ അല്ലെങ്കിൽ നമ്മുടെ മലയാള സിനിമയിലെ തന്നെ അഫ്സൽ യൂസഫിനെ പോലെയൊക്കെ സംഗീതത്തിന്റെ ലോകത്തിലേക്ക് കടന്നു വന്ന് നമ്മളെ സംഗീതത്തിന്റെ ആ ഒരു സ്വരമാധുര്യം തന്ന് സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ. അങ്ങനെ ഒരാളാണ് ഇപ്പോ നമ്മുടെ കൂടെ ഉള്ളത്, അല്ലേ വേദിക? അതെ അതെ, ജോസി ചേട്ടൻ ഫ്രം തൃപ്പൂണിത്തുറ. തൃപ്പൂണിത്തുറക്കാരനായ ജോസി ചേട്ടനാണ് നമ്മുടെ കൂടെ ഉള്ളത്. ചേട്ടാ, എന്താണ് ഈ ഇൻസ്ട്രുമെന്റിന്റെ കാര്യം എന്താണ്? ഞാനിത് കണ്ടപ്പോൾ തന്നെ ഇത് ശ്രദ്ധിച്ചു. ഇതെന്താണ് ഇൻസ്ട്രുമെന്റ്? ശരിക്കും ഇതിന്റെ പേര് മെല്ലിക്ക എന്നാണ്. ഇങ്ങനെ ഇത് വായിക്കുമ്പോ ഒരേ സമയം ഇങ്ങനെ നമ്മൾ ഊതുകയും ചെയ്യണം, അപ്പൊ ഇങ്ങനെ ഞെക്കുകയും ചെയ്യും ഒരേ സമയം. അങ്ങനെയാണ് ഇത് വിൻഡ് ഇൻസ്ട്രുമെന്റ് ആണ്. പിന്നെ ഇത് ഫോറിനേഴ്സ് ഒക്കെ ആണ് കൂടുതൽ ഇവിടെ ഇപ്പൊ ഉപയോഗിക്കുന്നുണ്ട് ധാരാളം. പിന്നെ ഇത് ഫ്യൂഷൻ ആണ് കൂടുതലും ഇത് ഉപയോഗിക്കുക. പിന്നെ ഇങ്ങനെ ചെറിയ ചെറിയ പരിപാടികൾക്കൊക്കെ നമുക്ക് ഇങ്ങനെ വായിച്ച പോലെ അങ്ങനെ നമുക്ക് ഉപയോഗിക്കാം. ചേട്ടൻ നമുക്ക് വേണ്ടി ശരിക്കും മെലഡിക്കയുടെ ഒരു പെർഫോമൻസ് ഉണ്ട്, അതുകൂടാണ്ട് ഒരു വോക്കൽ സോങ്ങും നമുക്ക് വേണ്ടി റെഡി ആയിട്ടാണ് വന്നിരിക്കുന്നത്. എവിടെയെങ്കിലും ഈ സംഗീതം പഠിച്ചു തുടങ്ങിയത് ചെറുപ്പത്തിലെ സംഗീതം? ചെറുപ്പത്തിലെന്ന് പറഞ്ഞാല് നമ്മള് അസീസ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് അവിടെയാണ് ഞാൻ പഠിച്ചത്, കളകട്ടി. അപ്പൊ അവിടെയാണ് ആദ്യം നീർപ്പാറയിലായിരുന്നു. അപ്പൊ ഞാൻ 4ാം ക്ലാസ് ഒക്കെ ആയപ്പോൾ അത് കളകട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എന്നെ അവിടെ പഠിപ്പിച്ചത് ഏലിയം ടീച്ചറും ദിവാരം സാറും എന്നെ മ്യൂസിക് പഠിപ്പിച്ചു. സാറ് ഇൻസ്ട്രുമെന്റും ടീച്ചർ പാട്ടും. പിന്നെ അത് കഴിഞ്ഞ് ഹൈസ്കൂള് കഴിഞ്ഞപ്പോൾ കുറച്ച് നാളെ പഠിച്ചു. പിന്നെ അതങ്ങ് ബ്രേക്കപ്പ് ആയി. പിന്നെ അത് കഴിഞ്ഞ് +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രിക്ക് വന്നപ്പോഴാണ് RLB കോളേജിൽ ചേരുന്നത്. അപ്പൊ മുതലാണ് ശരിക്കും സീരിയസ് ആയിട്ട് സംഗീതം പഠിക്കാൻ തുടങ്ങിയത്. അപ്പോ ഈ മെലഡിക്കയിൽ വന്നത് ആ കാലഘട്ടത്തിലാണോ? മെലഡിക്കയിൽ വന്നൊരു കാലഘട്ടത്തിലാണ്. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ കയ്യിൽ കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ പണ്ട് സ്കൂളിൽ കണ്ടിട്ടുണ്ട്, പിന്നെ ഇത് കണ്ടിട്ടില്ല. വർഷങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. പിന്നെ ഹാർമോണിയം പഠിച്ചിട്ടുള്ളതുകൊണ്ട് കുറച്ച് ഇത് ഉപയോഗിക്കാൻ പറ്റുന്നൊക്കെ മനസ്സിലായി. പിന്നെ നമുക്ക് മെലഡിക്കയുടെ പെർഫോമൻസ് നേരത്തെ കേൾപ്പിച്ചപ്പോൾ ചെറിയതായിട്ടൊരു ഹാർമോണിയം ടച്ച് ഒക്കെ ഉണ്ട്. തന്നെയാണ് ഏകദേശം കുറച്ചൊക്കെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക്
ചേട്ടാ ഇത് ശ്വാസത്തിനെ ഓരോന്നായിട്ട് ട്യൂൺ ചെയ്യുന്നതാണ് ഈ സംഭവം എന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ചേട്ടൻ ഇത് എങ്ങനെയാ കൃത്യമായിട്ട് ആ പാട്ടിന്റെ ഒപ്പം ഇതിങ്ങനെ വായിക്കുന്നത് എങ്ങനെയാ? ഫിംഗറിംഗ് ആണ് ഉദ്ദേശിക്കുന്നത്. അതെ അതെ. അത് നമ്മളെങ്ങനെ ഒരു ഫിംഗറിംഗ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ പാട്ടിനനുസരിച്ച് നമ്മുടെ ഫിംഗറിംഗ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വരും. അത് വായിച്ചത് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെ വരും. എത്ര കാലമായി ഇപ്പൊ മെലഡിക്ക് പ്രാക്ടീസ് ചെയ്തു? മെലഡിക്ക് ഒരു 3-4 വർഷം ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വോക്കൽ തന്നെ? വോക്കൽ മാത്രം. പിന്നെ കീബോർഡ്, പിന്നെ കസു ഉണ്ടായിരുന്നു. ഓൾറെഡി കീബോർഡിൽ എക്സ്പീരിയൻസ്ഡ് ആണ്. പിന്നെ കസു, മൗത്ത് ഓർഗൻ. അത് ശരി. ഇപ്പൊ രണ്ടും കൂടി ഒരുമിച്ച് കിട്ടിയ പോലെ പോയി. മൗത്ത് ഓർഗനും. അതെ അതെ അതെ. എന്തെങ്കിലും ജോലി ചെയ്യുന്നുണ്ടോ അപ്പൊ? ഞാനിപ്പോ ഒരു മ്യൂസിക് ടീച്ചറാണ്. അത് പാലക്കാട് ഹെലൻ കെല്ലർ സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, അവിടെ സംഗീത അധ്യാപകനായിട്ട് ജോലി ചെയ്യുന്നു. ചേട്ടൻ ഇപ്പൊ പാട്ട് പാടും അല്ലേ? ഓക്കെ, അപ്പം ചേട്ടൻ്റെ ഒരു പാട്ട് എനിക്ക് കേൾക്കണം എന്ന് ആഗ്രഹമുണ്ട്. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അപ്പം എല്ലാവർക്കും വേണ്ടി ചേട്ടനൊരു പാട്ട് പാടുമോ? ഓ ശരി ശരി. ഓക്കെ.
പൂമുത്തോളെ നീ അതിമനോഹരായില്ലേ വോയിസും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു പാട്ടാണ്, മെലോഡിയസ് ആയിട്ടുള്ള ഒരു പാട്ട്. അപ്പം ചേട്ടന്റെ വീട്ടിലാരൊക്കെയുണ്ട്? വീട്ടില് മമ്മിയുണ്ട്, രണ്ടനിയന്മാരും കല്യാണം കഴിഞ്ഞ പറഞ്ഞെ. നമ്മള് കല്യാണം കഴിക്കുന്നില്ല. ഞാനും കഴിച്ചു. അത് പറയുന്നില്ല. ഞാൻ നോക്കിയപ്പോ രണ്ടനിയന്മാര് അവരുടെ കല്യാണം കഴിച്ചു. വൈഫിന്റെ പേരെങ്ങനെ? വൈഫിന്റെ പേര് ലിസി. ലിസി എന്ത് ജോലി എന്തെങ്കിലും ചെയ്യുന്നു? ജോലി ഞങ്ങളുടെ ഒരു സ്ഥാപനമുണ്ട്, കീഴ്വളപ്പിൽ എന്ന് പറഞ്ഞത്, നമ്മളെ പോലെയുള്ളവരെ നോക്കുന്ന ഒരു സ്ഥാപനമാണ്, പ്രായമുള്ളവരൊക്കെ. അപ്പൊ അവിടെ വാർഡനായിരുന്നു. വളരെ നല്ല കാര്യമാണ്. പാട്ടുപാടി വീഴ്ത്തിയതാണോ? പാട്ടുപാടി ഞാൻ പാടിയെന്ന് പറഞ്ഞാൽ പറയാം. അപ്പൊ അതാണ് കാര്യം. ഞാൻ പറയാം. ഓക്കെ. ഇതിന്റെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ മത്സരങ്ങൾക്കൊക്കെ പങ്കെടുക്കാറുണ്ട്? മത്സരങ്ങൾ ഞങ്ങള് ഈ സ്പെഷ്യൽ കലോത്സവം ഉണ്ട് നമുക്ക്. അപ്പൊ അതിനകത്ത് എനിക്ക് 4ാം ക്ലാസ് വെച്ച് എനിക്ക് സ്റ്റേറ്റ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ലൈറ്റ് മ്യൂസിക്കിന്. പിന്നെ എനിക്ക് ഒരു പ്രാവശ്യം കോഴിക്കോട് എനിക്ക് സെക്കൻഡ് കിട്ടി മാപ്പിളപ്പാട്ടിന്. ഒരു വർഷം ഞാൻ ഓർക്കുന്നില്ല. അങ്ങനെ മ്യൂസിക്കുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ജോസ് ചേട്ടൻ നമ്മുടെ കൂടെ വന്നതിൽ ഒരുപാട് സന്തോഷം. നമുക്ക് ഒരു മെലഡിക്ക് ഒരു പെർഫോമൻസ് കൂടി ആവാം അല്ലെ? എല്ലാവർക്കും സന്തോഷമായിരിക്കും അത്. ഓക്കെ.
നമുക്കൊരു ചായ കുടിച്ചിട്ട് തുടങ്ങാം കേട്ടോ ചേച്ചി. ചേച്ചി ഇത്ര വേഗം വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇല്ല ഞാൻ ചായ ഉണ്ടാക്കി വെച്ചേന്. നമുക്ക് എന്നിട്ടേ സ്റ്റുഡിയോയിൽ നിന്ന് എടുക്കാം. ഇവിടെ നിന്ന് പാടാൻ കുഴപ്പമുണ്ടോ? ഇവിടെ നിന്ന് പാടിയ ആ തെറ്റി ഞാൻ അടുക്കളയിൽ നിന്ന് പാടിയൊക്കെയാണ് ഇതുപോലെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നത്. ആഹാ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം. ഞങ്ങൾ പക്ഷേ ഇങ്ങനെ അടുക്കളയിൽ അധികം ഷൂട്ട് ചെയ്യലില്ല. ഇനിയിപ്പേ ഇവിടെ ലൈറ്റും ക്യാമറയൊക്കെ ഫിക്സ് ചെയ്യേണ്ടി വരും. ആനന്ദോ, എടാ ഈ ലൈറ്റും ക്യാമറയൊക്കെ ഇങ്ങോട്ട് എടുത്തോട്ടോ, നമുക്ക് അടുക്കളയിൽ നിന്ന് എടുക്കാം. എങ്ങനെയാ വന്നേ ചേച്ചി? ഞാൻ ബസ്സിന് വന്നു. ആണോ? എറണാകുളത്ത് തന്നെയല്ലേ വീട്? അതെ അതെ, എറണാകുളം ജില്ലയിൽ മലയാറ്റൂരിനടുത്ത് നടുവട്ടം നവോദയപുരത്താണ് വീട്. എൻ്റെ ഉമ്മ, നടുവട്ടം നവോദയപുരം. നടുവട്ടം നവോദയപുരം. ചൂടുണ്ടേ, തുടങ്ങാം നമുക്ക്. ക്യാമറ റെഡി അല്ലേ അനന്തു? ചേച്ചീനെ കുറിച്ച് ആദ്യം ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. എല്ലാവർക്കും അറിയായിരിക്കും, പക്ഷെ എന്നാലും ശാന്തേച്ചി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരാളാണ്. ഒരു വീട്ടമ്മയാണ്. ഒരുപാട് പാട്ടുകൾ പാടി ആ പാട്ടുകളൊക്കെ വൈറലായി. പ്രത്യേകം എന്താണെന്ന് വെച്ചാൽ ശാന്തേച്ചി പാട്ട് പഠിച്ചിട്ടില്ല, പക്ഷെ അടിപൊളിയായിട്ട് പാട്ട് പാടും അല്ലേ ചേച്ചി? എന്തോ ഒരുവിധം പാടുന്നു. ഇപ്പം സോഷ്യൽ മീഡിയയിൽ വന്നതിന് ശേഷം മണി അയ്യമ്പുഴയിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. എൻ്റെ നാട്ടുകാരനായ എൻ്റെ കൂടപ്പിറപ്പ് എന്ന് വേണമെങ്കിൽ പറയാം, കലാകാരന്മാരെ സ്നേഹിക്കുന്ന, അവരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് മണി അയ്യമ്പുഴ. അദ്ദേഹത്തിലൂടെയാണ് ഞാൻ സോഷ്യൽ മീഡിയയിൽ വന്നത്. അതിനുശേഷമാണ് ഞാൻ പാട്ടുകളെ കൂടുതൽ അറിയാനും പഠിക്കാനും ശ്രമിച്ചത്. ഇപ്പോ ഇവിടെ വരെ എത്തി നിൽക്കുന്നു. ഒരു മൂവിയിൽ പാടിയിട്ടുണ്ട്. ശാന്തഗീതം എന്ന് പറഞ്ഞ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ എന്നെ പോലെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരെ ഇപ്പോൾ മുൻനിരയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ആദ്യം തന്നെ ശാന്തേച്ചിയുടെ പാട്ട് കേൾക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവും. ആദ്യം ഏത് പാട്ടാണ് നിങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? ചിത്രചേച്ചിയുടെ ചമയെന്ന ഫിലിമിലെ രാജഹംസം എന്നുള്ള ഗാനം. ഓ അടിപൊളി. അപ്പൊ ഞാൻ ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. നമുക്ക് പാട്ട് കേട്ടാലോ? തീർച്ചയായിട്ടും. രാജഹംസമേ മഴവിൽ കുടിലേ സ്നേഹദൂതുമായി വരുമോ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ തോഴൻ? ഹൃദയരേഖ പോലെ ഞാൻ എഴുതിയ നൊമ്പരം നിറമിഴിയോടെ കണ്ടുവോ? എന്റെ ആത്മരാഗം കേട്ടു നിന്നുവോ? വരുമെന്നൊരു കുറിമാനം തന്നുവോ? നാഥൻ വരുമോ? പറയൂ. രാജഹംസമേ മഴവിൽ കുടിലേ സ്നേഹദൂതുമായി വരുമോ? അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. ആ മൂഡിൽ ഇങ്ങനെ രസമായിട്ട് നിന്ന് കേട്ടു. എല്ലാം ഈശ്വരാധീനം, പിന്നെ എൻ്റെ ശാന്തഗീതത്തിന്റെ സപ്പോർട്ടും കൂടിയാണ് എനിക്കിപ്പോൾ ഇത്രയും ഇങ്ങനെയൊക്കെ പാടാൻ കഴിയുന്നത്. ഈ ശാന്തഗീതം എന്താ സംഭവം? എൻ്റെ ശരിക്കും പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ, എൻ്റെ പാട്ട് സോഷ്യൽ മീഡിയയിലൂടെ വന്നതിന് ശേഷം മണി അയ്യമ്പുഴ ക്രിയേറ്റ് ചെയ്തതാണ് ശാന്തഗീതം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാട്സപ്പ് ഗ്രൂപ്പ്. അതായത് എന്നെപ്പോലെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് കലാകാരന്മാരെ
സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് കഠിനാധ്വാനത്തിലൂടെ ഒരുപാട് സമയം ഇതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഒരു ദിവസത്തിന്റെ ഒരു 24 മണിക്കൂറും വേണ്ടെങ്കിൽ ഇതിനുവേണ്ടി ചെലവഴിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഈ ശാന്തഗീതം എന്ന് പറയുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മയും ഇപ്പൊ ഫേസ്ബുക്ക് പേജും ഉണ്ട്. ശരി, എന്താ നിങ്ങൾ അതിൽ അതിനകത്ത് ഞങ്ങൾ ഇതുപോലെ അറിയപ്പെടാതെ കിടക്കുന്ന ഒരുപാട് പേരുടെ വീഡിയോസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. പരമാവധി ഷെയറിംഗ് ആണ്. ശരി ശരി, ചേച്ചിയുടെ പാട്ടുകൾ അവരും ഷെയർ ചെയ്യും. മറ്റുള്ളവരെ ഇതുപോലെ കലാകാരന്മാരെ എല്ലാവരും പരസ്പരം ഷെയറിങ്ങിലൂടെയാണ് നമ്മൾ പുറം ലോകത്തേക്ക് എത്തിക്കുന്നത്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ ഒരു 3-5 വർഷത്തിന് ശേഷം മുന്നേ ഞാൻ എന്തായിരുന്നോ അതിന്റെയൊക്കെ ഇരട്ടി വ്യത്യാസത്തിലൂടെ സംസാരിക്കാനോ. അല്ല, അത് ഞാൻ ശ്രദ്ധിച്ചു, നല്ലപോലെ സംസാരിക്കുന്നു. സാധാരണ ഒരു വീട്ടമ്മ എന്ന് പറയുമ്പോൾ ചെറിയൊരു ഇച്ചിരി ഷൈയൊക്കെ ആയിരിക്കും നമ്മൾ കരുതും, പക്ഷെ അങ്ങനെയല്ല, ആങ്കറിനെ പോലെ സംസാരിക്കുന്നു. ഒരു 5 വർഷത്തിന് മുന്നേ ഞാൻ എന്തായിരുന്നോ വെറും ഒരു വട്ടപൂജ്യം എന്ന് വേണമെങ്കിൽ പറയാം. ഒരാളോട് സംസാരിക്കുകയും മുഖത്ത് നോക്കുകയൊന്നും ചെയ്യില്ലായിരുന്നു. ആ ശാന്താബാബുവിൽ നിന്നും ഇന്നത്തെ ഈ ശാന്താബാബുവിലേക്ക് എത്തിക്കാൻ മണിയയ്യമ്പുഴയിലൂടെ ഒരുപാട് കഠിന പ്രയത്നം ചെയ്തിട്ടുണ്ട്. അതിലൂടെ ഒരുപാട് മെമ്പേഴ്സും ശാന്തഗീതത്തിന്റെ കുറേ കൂട്ടുകുടുംബം പോലെയാണ് ഞങ്ങൾ. ശാന്തഗീതത്തിന്റെ ഒരുപാട് മെമ്പേഴ്സ് ഉണ്ട്, കലാകാരന്മാർ തന്നെയാണ്. അപ്പോൾ അവർക്കൊക്കെ പ്രതീക്ഷ നൽകുന്ന ഒരു പ്രോഗ്രാം കൂടിയാണിത്. കാരണം ശാന്തേച്ചിയെ കലയുടെ എത്രത്തോളം ഉന്നതിയിലേക്ക് എത്തിക്കാൻ പറ്റുമോ, ഈ സോഷ്യൽ മീഡിയ അതിന് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്നെ പോലെയുള്ള കലാകാരന്മാർ ഒരുപാട് പ്രതീക്ഷയോടെയാണ് ഈ പ്രോഗ്രാം ഒക്കെ കാണുന്നത്. പാട്ട് ഇവിടെ തീരുന്നില്ല, നമുക്ക് ഒരു പാട്ടും കൂടെ കേൾക്കണം. ഒന്നല്ല, 1-2 പാട്ടും കൂടെ കേൾക്കണം. അടുത്തായിട്ട് ഏത് പാട്ടാണ് ഞങ്ങൾക്ക് വേണ്ടി പാടാൻ പോകുന്നത്? ജാനകിയമ്മ പാടിയ ഉണ്ണി ആരാരിരോ. ശരി, ഓക്കെ, പാട്ട് കേൾക്കാം. ജാനകിയമ്മയുടെ പാട്ടുകളാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അപ്പൊ ശരി, നമുക്ക് പാട്ട് എടുത്ത് ഞാൻ എൻ്റെ മോനെ ഓർത്ത് പാടിയതാണ് ആ പാട്ട്. ഞാൻ ചോദിക്കാൻ തുടങ്ങുമായിരുന്നു, എല്ലാ വിശേഷങ്ങളും ഒക്കെ പറഞ്ഞു. ഇപ്പോൾ ഒരു കൂട്ടായ്മ ഉണ്ട്, അതിൻ്റെ വിശേഷങ്ങൾ പറഞ്ഞു. ഇനി നമുക്ക് വീട്ടിലെ വിശേഷങ്ങളാണ് കേൾക്കേണ്ടത്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? എനിക്ക് 2 മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. മൂത്തത് മോളാണ്, അവൾ MSc കഴിഞ്ഞു, ഇപ്പോൾ വേറൊരു കോഴ്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. അത് ശരി, അത്രയും വലിയ കുട്ടിയുടെ അമ്മയാണോ? അതെ അതെ. മോൻ വെൽഡിംഗ് വർക്കൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ കൊറോണ ആയതുകൊണ്ട് വർക്കൊന്നും നിലവിലില്ല. ഇവന്റ് ചെയ്യുന്ന ആളാണ്. അത് ശരി. ഹസ്ബൻഡിന്റെ കൃഷിപ്പണിയാണ്. ഞാൻ വീടിന്റെ അടുത്ത് തന്നെ ഒരു ആണിക്കമ്പനിയില് ജോലിക്ക് പോകുന്നുണ്ട്. അതിന്റെ സൈഡായിട്ടാണ് പാട്ട് കൊണ്ടുപോകുന്നത്. എന്തായാലും മക്കള് 2 പേരും നല്ല ഭാഗ്യമുള്ളവരാണ്. കുഞ്ഞിനെ കുറെ പാട്ടൊക്കെ പാടി ഉറക്കിയിട്ടുണ്ടാവല്ലേ? തീർച്ചയായിട്ടും.
ആരാണ് എന്താ ഈ നേരത്തോട്ട് ചേച്ചി പാട്ട് പാടുമായിരുന്നു? ഓർമ്മ വെച്ച കാലം തുടങ്ങി പാട്ട് പാടുമായിരുന്നു. പക്ഷെ അന്നൊക്കെ വേദികൾ കുറവാണല്ലോ. പ്ലാന്റേഷൻ, കാലടി പ്ലാന്റേഷനിലായിരുന്നു ഞങ്ങള് ചെറുപ്പം മുതൽ താമസിച്ചത്. അമ്മച്ചിക്ക് പ്ലാന്റേഷൻ പണി ഉണ്ടായിരുന്നു. അവിടെയൊക്കെ പാട്ട് കേൾക്കാനൊന്നും സാധ്യതയില്ലാത്തതുകൊണ്ട് മറ്റുള്ളവരുടെ റേഡിയോയിലൂടെ കേൾക്കുന്ന പാട്ടുകൾ കേട്ടാണ് ഞാൻ പഠിച്ചത്. അന്നൊക്കെ പാട്ടിനോടുള്ള ആ ഒരു ആർത്തി കൊണ്ട് ആ കേൾക്കുന്ന മാത്രയിൽ തന്നെ ഞാൻ എൻ്റെ മനസ്സിലേക്ക് അത് ഹൃദയസ്ഥമാവാണ് ആ വരികൾ. ഇതൊക്കെ ഒരുപാട് ഷോയിലൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് എന്നും എനിക്ക് ഒരു വല്ലാത്തൊരു പറയാം ഭയങ്കര സന്തോഷത്തിലാണ് അതൊക്കെ പറയുന്നത്. സത്യത്തിൽ ഇങ്ങനെയൊക്കെ ആകുമെന്നും ഇതുപോലെ ലോകം അറിയുന്ന ഒരു കലാകാരിയായി മാറുമെന്നൊന്നും ഒരിക്കലും ഞാൻ വിചാരിച്ചിരുന്നില്ല. സ്വപ്നതുല്യമായ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ ഓർക്കുമ്പോൾ വളരെ എന്താ പറയുക, ആരോടൊക്കെ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. സർവേശ്വരനോടും, മണി അയ്യമ്പുഴ, അങ്ങനെ ശാന്തകത്തിൻ്റെ എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി പറയാണ് ഈ ഒരു അവസരത്തിൽ. നേരത്തെ ഇങ്ങനെ പറഞ്ഞു ഒരു സിനിമയിൽ പാടിയിട്ടുണ്ട്, എന്താ അതിന്റെ ഡീറ്റെയിൽസ് ഒന്നും പറഞ്ഞില്ലല്ലോ. അത് കണ്ണാടി എന്നാണ് ആ ഫിലിമിന്റെ പേര്. എൻ്റെ നാട്ടുകാരനും ആയ ഒരു ആന്റണി നടുവട്ടം അദ്ദേഹം നിർമ്മിച്ച കണ്ണാടി എന്ന ഫിലിമിലാണ് ഞാൻ പാടിയത്. എൻ്റെ പാട്ടുകൾ ഇതുപോലെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ ഒത്തിരി കണ്ടിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെയാണ് എനിക്ക് ഇതുപോലെ ഒരു അവസരം കിട്ടിയത്. അദ്ദേഹത്തിനും സിനിമയുടെ അണിയറ പ്രവർത്തകർക്കും അതിൻ്റെ ഡയറക്ടർ രാജൻ സാറിനും നന്ദി അറിയിക്കുകയാണ്. ചേച്ചി ഭയങ്കര എന്താ പറയാ, ഭയങ്കര കൃതജ്ഞതകളാണ്. കുറെ നേരിട്ട് എല്ലാവർക്കും ഒരുപാട് നന്ദിയൊക്കെ പറയുന്നത്. അതെ, പ്രതീക്ഷിക്കാതെ കിട്ടിയ സൗഭാഗ്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് വന്നല്ലോ. അപ്പൊ നമ്മൾ കടന്നു വന്ന വഴിയിലൂടെ നമുക്ക് ഹെൽപ്പായിട്ടുള്ളവരെ നമ്മൾ ഈ അവസരത്തിൽ ഓർക്കുന്നത് അവർക്കും വലിയൊരു സന്തോഷമായിരിക്കും. അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റാണിത്, അവരെ ഓർക്കുക എന്നുള്ളത്. വേറെ ലാംഗ്വേജിലൊക്കെ പാടുമോ? മലയാളം, തമിഴൊക്കെ ജസ്റ്റ് ഒന്ന് പാടി പഠിച്ചു വരണേ ഉള്ളൂ. ഇപ്പൊ മലയാളം തന്നെയാണ് കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചേക്കുന്നത്. അപ്പൊ ചേച്ചി കൂടുതൽ വലിയ വലിയ ഗായികയായിട്ട് മാറട്ടെ, ഒരുപാട് സിനിമകളിൽ പാടട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കൊരു ലാസ്റ്റ് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടോടെ പാടണം. പാട്ടോടെ നമുക്ക് മൈൻഡപ്പ് ചെയ്യാം. ഏത് പാട്ടാ പാടാൻ പോകുന്നത്? ഞാനിനി പാടാൻ പോകുന്നത് മലർക്കുടി പോലെ, ജാനകി അമ്മയുടെ തന്നെ ഒരു നല്ലൊരു പാട്ടാണ്. ശരി, ഒരുപാട് ഇഷ്ടമുള്ള ഒരു പാട്ടാണ്. അപ്പൊ നമുക്ക് ലാസ്റ്റ് പാട്ട് കേൾക്കാം. മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ, മയങ്ങൂ നീ എൻ മടിമേലേ. അമ്പേളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. അമ്പേളി നിന്നെ പുൽകി അമ്പരം പൂകി ഞാൻ മേഘമായി. നിറസന്ധ്യയായി ഞാനാരോമലേ വിടർന്നിൽ നീ ഒരു പൊൻതാരമായി. ഉറങ്ങൂ കനവു കണ്ടുണരാനായുഷസണയുമ്പോൾ മലർക്കൊടി പോലെ വർണ്ണത്തൊടി പോലെ മയങ്ങൂ നീ എൻ മടിമേലേ. ആരിരോ ആരിരാരോ. കാലമറിയാതെ ജ്ഞാനമയായി കഥയറിയാതെ നീ പ്രതിച്ഛായയായി. നിൻ മനമെന്ധനം നിൻ സുഖമെൻ സുഖം. ഇനി വീണ നിൻ രാഗമണിമാളിക മധുസ്വരം പോലെ മണിസ്വനം പോലെ മയങ്ങൂ ഗാനക്കുടമേൽ
നമസ്കാരം ഫ്ലവേഴ്സ്. ശരിക്കും പറഞ്ഞാലേ ഒരു ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് ഒരു സ്പെഷ്യൽ ടാലൻറ്റ് തന്നെയാണ്. ഈ പാട്ട് പാടുന്ന പോലെയൊക്കെ അല്ലെങ്കിൽ അതിനേക്കാളൊക്കെ അപ്പുറത്ത് കുറച്ച് ഒരു ആയാസവും പ്രയത്നമൊക്കെ വേണ്ട പരിപാടിയാണ്, കോൺസെൻട്രേഷൻ വേണ്ട പരിപാടിയാണ്. അതെ. ഈ പ്രത്യേകിച്ച് വയലിൻ വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടിട്ടുണ്ട് കുറേ കണക്കൊക്കെ ആവശ്യമുണ്ട്, കണക്കൂട്ടലൊക്കെ ആവശ്യമുണ്ട് എന്നുള്ളത്. അങ്ങനെ ഒരുപാട് കണക്കൂട്ടലൊക്കെ നിഷ്പ്രയാസം കൈകാര്യം ചെയ്യുന്ന ഒരു വയലിൻ രാജകുമാരിയാണ് ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത്, അപർണ ബാബു. വെൽക്കം അപർണ. അപർണ എവിടുന്നാ വരുന്നത്? ഞാൻ മുളന്തുരുത്തിയിലാണ് വരുന്നത്. എത്ര നാളായി ഈ പരിപാടി തുടങ്ങിയിട്ട്? ഞാൻ 3rd സ്റ്റാൻഡേർഡ് മുതൽ പഠിക്കുന്നു. അമ്മേ, ഇപ്പൊ എത്ര വയസ്സായപ്പോ? എനിക്ക് 21. അമ്മ, അപ്പൊ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട്, ഇങ്ങനെ എക്സ്പീരിയൻസ് ആണ്. നിറഞ്ഞു നിൽക്കാണ്. വീട്ടിലാരൊക്കെ ഉണ്ട്? വീട്ടിലെ അപ്പ, അമ്മ, അനിയൻ, അപ്പയുടെ അമ്മ. ഓക്കെ. ശരി, നമുക്ക് വിശേഷങ്ങൾ ചോദിക്കുന്നതിന് മുന്നേ നമുക്ക് എന്താണ് ഈ കുട്ടി ഇതുകൊണ്ട് ചെയ്യാൻ പോകുന്നത്? വായിക്കുകയാണ്, പക്ഷെ അതൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് അല്ലേ? നമ്മള് ഭയങ്കര അടിപൊളിയായിട്ട് വയലിൻ വായിക്കുന്ന ഒരു കുട്ടിയാണെന്നാണ് നമ്മളടുത്ത് പറഞ്ഞത്. അപ്പൊ എന്താ അത് കാണാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് എനിക്കുണ്ട്, കാണാനും കേൾക്കാനുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമ്മൾ. എന്തായാലും നമുക്ക് ആ പെർഫോമൻസിലേക്ക്.
വെച്ചു. ആക്ച്വലി നമുക്കിത് വയലിനാണെന്ന് മാത്രമേ അറിയുള്ളൂ. ഇത്ര ചെറിയ വയലിൻ ഞാൻ ഇതിനെന്താ പറയാ? ഇലക്ട്രിക് വയലിൻ. ഇത് ഇലക്ട്രിക് വയലിനാണ്. ശരി, നമുക്ക് അറിയാത്തോണ്ടോ. ഈ വലിയ വയലുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ ഇരുന്ന് ഇങ്ങനെയൊക്കെ ചെല്ലോ അല്ലേ? ചെല്ലോ, അത് വായിക്കാനറിയോ? ഇല്ലില്ല, ഇത് മാത്രമേ വായിക്കാറുള്ളൂ. ഇത് മാത്രം വായിക്കാറുള്ളൂ. ശരി ശരി. നമ്മൾ ആക്ച്വലി ഇപ്പൊ എന്താ പഠിക്കുന്നതെന്ന് ചോദിച്ചില്ലല്ലോ. ഞാൻ PG കഴിഞ്ഞു. PG വയലിനായിരുന്നു തൃപ്പൂണിത്തുറ ആർലു മ്യൂസിക് കോളേജിൽ. വയലിന് PG ഒക്കെ എടുത്ത ആളാണ്. സംഭവം ഉണ്ട്. പിന്നെ എന്താ പരിപാടി? ഇനി റിസൾട്ട് വരാൻ നിൽക്കണം. റിസൾട്ട് വന്നിട്ട് ബാക്കി പരിപാടി തീരുമാനിക്കുന്നുള്ളൂ. പരിപാടി എന്താക്കണം ഒരു പ്ലാൻ ഇല്ലേ? എനിക്ക് ടീച്ചർ ആവാനാണ് ഇഷ്ടം. മ്യൂസിക് ടീച്ചർ, വയലിൻ ടീച്ചർ. മ്യൂസിക് ആർട്ടിസ്റ്റ് ആവണമെന്ന് ആഗ്രഹമില്ലേ? ഉണ്ട്, പക്ഷെ എന്നാലും എനിക്ക് ഒന്നും കൂടെ വയലിൻ ടീച്ചർ ആവാൻ ഇഷ്ടം. അത് ഈ പറഞ്ഞ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുന്നോണ്ടാണ്. വളരെ ഈ പറഞ്ഞല്ലോ ലോക്ക്ഡൌൺ കൊറോണയൊക്കെ നിൽക്കുന്നുണ്ട്, ജോലി സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവിടെ നിന്ന് ലീവ് എടുത്തിട്ട് ആ പരിപാടിക്ക് പോകാനുള്ള ഒരു വശം. അതല്ല, കൊറോണ വന്നൊരു സമയപ്പോഴാണ് നമ്മൾ ആർട്ടിസ്റ്റുമാർ, അതായത് വയലിൻ ഏത് പ്രൊഫഷൻ ആയാലും കുറേ പേർക്ക് ജോലി പോയായിരുന്നു. ഇപ്പൊ ഇതുമായിട്ട് നടക്കുന്നവർ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ ഒരു ജോലിയും കൂടി ഉണ്ടെങ്കിൽ സേഫാണ്. ശരിയാണ്, അത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സംഭവം ആകുമ്പോൾ നമുക്ക് നല്ലൊരു തീരുമാനമാണ്. അതുകൊണ്ട് എനിക്കൊരു വയലിൻ ടീച്ചർ ആയാൽ പ്രാക്ടിക്കലായിട്ടാണ് ചിന്തിക്കുന്നത്. പറ്റുമെന്നറിയില്ല. പറ്റാതെ എവിടെ പോവാൻ. നമുക്ക് എന്തായാലും ഇപ്പൊ ആദ്യത്തെ പാട്ട് അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് അടുത്തായിട്ട് ഏത് പാട്ടാ? അടുത്തായിട്ട് എനിക്ക് ഫേവറേറ്റ് എൻ്റെ ലാലേട്ടനാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. ഞാൻ കൂട്ടിൽ നിന്നും മേട്ടിൽ വന്ന. ഓക്കെ. വയലിൻ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റിന് നമ്മളിങ്ങനെ മറ്റേ ഫീൽ ചെയ്യിച്ച് നെഞ്ചിലിങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ ഇമോഷണലി ടച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് അല്ലേ? ഏറ്റവും ഇഷ്ടമുള്ള വയലിനിസ്റ്റ് ആരാണ്? അയ്യോ, എല്ലാവർക്കും അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഈ വയലിനെ കുറിച്ചിട്ട് എന്തോ സംശയം ഉണ്ടെന്ന് പറഞ്ഞില്ലേ? അതെ, എനിക്ക് ഫുൾ സംശയമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഈ വയറ് കറണ്ടൊക്കെ അടിക്കുമോ? ഇല്ല, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, എനിക്കിനെ പറ്റി ഒന്നും അറിഞ്ഞുള്ളതുകൊണ്ട് ഞാൻ ABCD ആയിട്ട് ചോദിക്കുന്നത്. പിന്നെ ഇങ്ങനെ ഈ കൈവിരൽ നോക്കിയേ, കൊച്ചിന്റെ വിരൽ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. നോക്കിയേ, നഖമൊന്നും ഇല്ല. അത് ഇതിലിങ്ങനെ ഇട്ട് വർഷങ്ങളായിട്ട് ഇത് തന്നെയാണല്ലോ. മുറിയൂലേ കൈയൊക്കെ? അല്ല, നഖം വളർത്തൂല ആരും. കാരണം നഖം വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വായനയുടെ ഒരു ഇത് പോകും. അതുകൊണ്ട് നമ്മള് വളർത്താറില്ല. കൈ മുറിയോ സ്ട്രിങ്ങിൽ ഇങ്ങനെ ഒരുപാട്? പണ്ട് ആദ്യമൊക്കെ വായിക്കും, മുറിയില്ല, എന്നാലും ഒരു വേദന ഉണ്ടാവും. ഇപ്പൊ വായിച്ച് വെച്ച് തഴമ്പായി കയ്യില്, വർഷങ്ങളായി. എന്തായാലും നമുക്ക് ഈ പറഞ്ഞ പോലെ ഈ പ്രൊഫഷനിൽ തന്നെ ഒരു വലിയ വലിയ നിലകളിലേക്ക് എത്തട്ടെ. ഏറ്റവും അറ്റ്മോസ്റ്റ് ആയിട്ടുള്ള അച്ചീവ്മെന്റ്സ് ഉണ്ടാവട്ടെ. അതുപോലെ തന്നെ ആഗ്രഹപ്രകാരം പ്രാക്ടിക്കലായിട്ട് ഒരു മ്യൂസിക് ടീച്ചർ ആവാൻ പറ്റട്ടെ, അങ്ങനെ സെറ്റിൽ ആവട്ടെ എന്നുള്ള എല്ലാ ആശംസകളും ഞങ്ങളുടെ ഫാമിലി. അപ്പോൾ എല്ലാവിധ ആശംസകളും. പോകുന്നതിന് മുമ്പ് നമുക്കൊരു ഒന്നുകൂടി അവസാനമായിട്ടൊരു പാട്ട്. ഞാനിപ്പോൾ അടുത്ത് വായിക്കുന്ന SPB സാറിൻ്റെ ഓർമ്മദിനം. അപ്പോൾ
സാർ എനിക്ക് ഏറ്റവും എൻ്റെ ഫേവറേറ്റ് ഒരു സോങ് ആണ് മലരെ മൗനമേ അത്
ഹലോ നമസ്കാരം ഫ്ലവേഴ്സ്. കരുനാഗപ്പള്ളി പുതിയകാവ് എന്ന സ്ഥലത്താണ് നമ്മൾ ഇന്നുള്ളത്. ഗൗരി എന്നൊരു കൊച്ചു മിടുക്കിയുടെ വീട്ടിലേക്കാണ് ഇന്നത്തെ സുപ്രഭാതത്തിൽ നമ്മൾ പോകുന്നത്. ഗൗരിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ 3ാം ക്ലാസ് മുതലേ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് ഗൗരി വരയ്ക്കുന്നത്. ഇതും ഗൗരി വരച്ചൊരു ചിത്രമാണ്. ഗൗരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം വിജയെ നേരിട്ട് കാണണം എന്നാണ്. നമുക്കൊന്ന് ഗൗരിയെ കണ്ടിട്ട് വരാം. ഇതാണ് ഗൗരിക്കുട്ടി. ഗൗരിയുടെ വീട് അന്വേഷിച്ച് ഞങ്ങളിങ്ങനെ വന്നപ്പോഴേ വഴിയിലുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ചു ഗൗരിയുടെ വീട് എവിടാന്ന്. വെറുതെ അപ്പത്തേക്ക് അവരിനെ കാണിച്ചു തന്നതേ ഇതുവഴി പോയാൽ മതിയെന്ന്. ഗൗരി ഒരു സെലിബ്രിറ്റി ആയിരിക്കുന്നു. അശ്യോ, എന്ത് തോന്നുന്നു? ഭയങ്കര സന്തോഷമുണ്ടോ? ഒത്തിരി സന്തോഷമുണ്ട്. പെട്ടെന്നാണ് സെലിബ്രിറ്റി ആയതല്ലേ? എന്തായിരുന്നു ഈ വരയ്ക്കണം എന്നുള്ള തോന്നൽ എന്നാ വന്നത് മനസ്സിൽ? വരയ്ക്കണമെന്ന് കുഞ്ഞുനാൾ മുതലേ അങ്ങ് വരച്ചു, അത്രേ ഉള്ളത്. ചുമ്മാ അങ്ങ് വരച്ചു. അപ്പൊ നല്ല അടിപൊളിയായിട്ട് വരയ്ക്കാൻ പറ്റി. വരച്ച് അങ്ങനെ ആയത്. ഇങ്ങനെ ആയത്. വരച്ച എല്ലാ പടങ്ങളും ഉണ്ടോ കയ്യില്? ഇല്ല, എല്ലാം കുഞ്ഞുനാൾ വരച്ച എല്ലാം അങ്ങ് പോയി. ആണോ? എത്രാമത്തെ വയസ്സിലാണ് ആദ്യമായിട്ട് വരയ്ക്കാൻ തുടങ്ങി? 5 വയസ്സുള്ളപ്പോഴാ വരയ്ക്കാൻ തുടങ്ങി. 5 വയസ്സ് തൊട്ട് വരയ്ക്കാൻ തുടങ്ങി. ദൈവമേ, 5 വയസ്സ് തൊട്ട് ഞാൻ പെൻസിൽ റബ്ബർ തിരിച്ചറിഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പൊ അച്ഛനൊക്കെ ഭയങ്കര പ്രോത്സാഹനമാണ് വരയ്ക്കാൻ? അച്ഛൻ ഭയങ്കര പ്രോത്സാഹനമാണ്. എത്ര പടങ്ങൾ വരച്ചിട്ടുണ്ട് ഇത്രയും നാളുകൊണ്ട്? ഞാൻ ഇതുവരെ എണ്ണിയിട്ടില്ല. അച്ഛൻ 1000ഓളം ഉണ്ടെന്നാണ് പറയുന്നത്. 1000ഓളം പടങ്ങളാണ് ഇപ്പൊ ഗൗരി വരച്ചിട്ടുള്ളത് എന്നാ പറയുന്നത് അല്ലേ ഗൗരി? ശരി, ഏറ്റവും കൂടുതൽ ആരുടെ പടമാണ് വരച്ചിട്ടുള്ളത്? ഏറ്റവും കൂടുതൽ വ്യക്തികളി വരച്ചിട്ടുള്ളത് വിജയണ്ണന്റെ പടമാണ്. വിജയണ്ണന്റെ പടമാണ് വരച്ചിട്ടുള്ളത്. വിജയണ്ണന്റെ ഭയങ്കര ഫാനാണെന്നാണല്ലോ കേട്ടത്. ആണാണ്. എത്ര വയസ്സ് തൊട്ട് വിജയണ്ണന്റെ ഫാനാണ്? എന്റെ ചേട്ടനാണ് എനിക്ക് വിജയണ്ണന്റെ സിനിമയിലെ ഒരു കഥ പറഞ്ഞു തന്നത്, ഗില്ലി. അത് TV ഇങ്ങനെ വരാൻ വേണ്ടി ഇങ്ങനെ കാത്തിന് TV വന്നപ്പോഴാണ് അത് കാണുന്നത്. അന്ന് മുതൽ ഇഷ്ടമാണ്. അതും ഇതുപോലെ ഒരു 6-7 വയസ്സുള്ളപ്പോഴാണ്. എന്നിട്ട് വിജയണ്ണന്റെ പടമൊക്കെ റിലീസ് ആകുമ്പോൾ തിയേറ്ററിൽ പോയി കാണുമോ? ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അത് ശരി. വിജയണ്ണനെ കാണണമെന്നാണ് ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞല്ലോ. വിജയണ്ണനെ ആദ്യമായിട്ട് കാണുകയാണെന്ന് വിചാരിക്കാം. എന്തായിരിക്കും വിജയണ്ണനോട് പറയാൻ പോകുന്നത്? ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും. ഒത്തിരി ഇഷ്ടമാണെന്ന് പറയും. പിന്നെ എന്താ വിജയണ്ണന് സമ്മാനമായിട്ട് കൊടുക്കാൻ വെച്ചേക്കുന്നത്? ഞാൻ ലാസ്റ്റ് വരച്ച പടം അല്ലെ, ഞാൻ അതിൽ നല്ലപോലെ വീണ്ടും വരയ്ക്കും. അത് ശരി. വിജയണ്ണനെ കാണാൻ പറ്റുന്നവരെ വിജയണ്ണന് കൊടുക്കാനുള്ള പടങ്ങൾ വരച്ചോണ്ടിരിക്കുമെന്നാ പറഞ്ഞിരിക്കുന്നത് അല്ലേ? അപ്പൊ ഏറ്റവും നല്ല അടിപൊളി പടമായിരിക്കും വിജയണ്ണന് കൊടുക്കാൻ പോകുന്നത് അല്ലേ? ശരി. വിജയുടെ ഭയങ്കര ആരാധികയാണെന്ന് വെറുതെ പറയുന്നതല്ല. ഈ ഭിത്തിയിലോട്ട് നോക്കിയാൽ കാണാം മുഴുവൻ വിജയുടെ പേര് എഴുതി വെച്ചിരിക്കുന്നത്. കുഞ്ഞിലെ തൊട്ടേ ഭയങ്കര ആരാധികയായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാം എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ ഭിത്തി കൂടെ ഒക്കെ ഒരു സ്ഥലവും ബാക്കി വിട്ടിട്ടില്ല. ഇങ്ങോട്ട് കയറി വരുന്ന സ്ഥലത്ത് ഞങ്ങളൊരു പടം കണ്ടു. വിജയുടെ ഒരു ഫോട്ടോ ഇങ്ങനെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. അതും ഗൗരി വരച്ചാണോ? ആണ്. അതിന്റെ കോപ്പി എടുത്ത് അച്ഛനെ ഒട്ടിച്ച്. കോപ്പി എടുത്ത് ഒട്ടിച്ചിരിക്കുന്നത് ഒത്തിരി ഒട്ടിച്ച് നശിക്കും തോറും അച്ഛനെ ഒട്ടിച്ചുകൊണ്ടിരിക്കും. അച്ഛനാണ് ഏറ്റവും വലിയ പ്രോത്സാഹനം കേട്ട ഗൗരിയുടെ. ഞാനിങ്ങനെ സൈഡിൽ നിന്ന് കണ്ടു, വീടിനകത്ത് നിറച്ചിങ്ങനെ ഫോട്ടോസിലെ പടങ്ങൾ ഫ്രെയിം ചെയ്ത് വെച്ചിരിക്കുകയാണ്. വീട്ടിൽ സ്ഥലം ഇല്ലെന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെയാണോ? ആണ്. അതിൽ കൂടുതൽ അച്ഛന്റെ കടയിരിപ്പുണ്ട്. കടയിലുണ്ട് കുറെ പടങ്ങൾ. ഇവിടെ സ്ഥലമില്ലായപ്പോ അച്ഛൻ കടയിലോട്ട് കൊണ്ടുപോയി. അത് ശരി. അവിടെ നേരെ ഇപ്പൊ പടവാ. അത് ശരി. അപ്പൊ ഈ പടങ്ങളൊക്കെ എന്നെ കാണിച്ചു തരും? കാണിച്ചു കാണാം. നമുക്ക് ഗൗരിക്കുട്ടി വരച്ച പടങ്ങളൊക്കെ കാണാം. ഗൗരി വരയ്ക്കാൻ പഠിച്ചിട്ടുണ്ടോ? മോള് വരയ്ക്കാൻ പഠിച്ചിട്ടില്ല. കുഞ്ഞിലെ UKG-യിൽ മോക്കൊരു സമ്മാനങ്ങൾ കിട്ടിയാണ് മോക്ക് ചിത്രരചന കഴിവുണ്ടെന്ന് ഭാര്യയാണ് ആദ്യം മനസ്സിലാക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്നതെന്ന് പറയുമ്പോൾ 3ാം ക്ലാസ് വെക്കേഷൻ മോള് വ്യക്തികളെ വരച്ച് തുടങ്ങി. അന്നേരം എൻ്റെ ഭാര്യ എന്നെ കാണിച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി. അതായത് എന്തോ ഒരു വ്യക്തി, അതായത് നമ്മുടെ പറഞ്ഞാൽ അറിയാവുന്ന നരേന്ദ്രമോദി, ഉമ്മൻചാണ്ടി, ONV കുറുപ്പ്, യേശുദാസ്, അങ്ങനെ ഒത്തിരിയേറെ കാർട്ടൂൺ ചിത്രങ്ങൾ വരച്ചു. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി. പിന്നെ ഇഷ്ടപ്പെടാൻ വേറൊരു കാരണം എന്ന് പറയുന്നത് കലകളെ എനിക്ക് ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഈ കൂട്ടത്തിലൊരു കാരണം. വീട്ടിൽ വേറെ ആരെങ്കിലും വരയ്ക്കുമായിരുന്നു? എൻ്റെ ഈ കഴിവെന്ന് പറയാൻ എനിക്ക് ആളുകളെ വരയ്ക്കാനുള്ള കഴിവില്ല. എൻ്റെ ഭാര്യയ്ക്ക് ചെറിയ രീതിയിൽ ഒരു പൂവോ ഒരു ഇലയോ എന്തെങ്കിലുമൊക്കെ ഒന്ന് വരയ്ക്കാനുള്ള കഴിവുണ്ട്. എനിക്ക് ഒട്ടുമില്ല. എനിക്ക് പിന്നെ കലകളെ ഇഷ്ടമാണ്. ഞാൻ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഏതൊരു കുഞ്ഞുങ്ങളും ഒരു ചിത്രം ഇങ്ങനെ വരയിട്ട് കാണിച്ചാലും മോളെ അത് നന്നായിട്ടുണ്ട്, കൊള്ളാമെന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്നെക്കൊണ്ട് അത് പറ്റില്ല. കാരണം ഒരു വര പോലും അതും ഒരു കലയാണ്. ഇപ്പം ഗൗരി പറഞ്ഞത് ഗൗരി എത്ര പടം വരച്ചിട്ടുണ്ടെന്ന് ഗൗരിക്ക് അറിയില്ല. പക്ഷെ അച്ഛൻ പറഞ്ഞത് 1000ഓളം പടങ്ങൾ വരച്ചിട്ടുണ്ട്. അത് ഞാൻ പറയാനാണെങ്കിലേ, അതിനെക്കുറിച്ച് പറയാനാണെങ്കിൽ മോള് വരച്ച കുറേ കുഞ്ഞിലത്തെ ചിത്രങ്ങളെ കുറേയേറെ ഈ തൊട്ടടുത്ത് ഇവിടെ ഒരു അംഗനവാടിയുണ്ട്.
അംഗനവാടിയിലോട്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ ഇരിക്കട്ടെ, കുഞ്ഞുങ്ങൾ ഇത് വരച്ച് പഠിക്കട്ടെ എന്നും പറയാം. അവിടെ കുറേ ചിത്രങ്ങൾ അവിടെ ഇരിപ്പുണ്ട്. അതിന് കുഞ്ഞു വരത്തിലുള്ള ഞങ്ങളുടെ കയ്യിൽ നിന്ന് പോയി, വെറും കുഞ്ഞില്ല. ബാക്കിയല്ല ഈ അംഗനവാടി തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു അംഗനവാടി ഉണ്ട്, അവിടെ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നതേ, മോള് വരച്ച് ഒത്തിരി ചിത്രങ്ങളുടെ പ്രിന്റ് എടുത്തിട്ടുണ്ട് ഞാൻ. ആ പ്രിന്റ് എടുത്ത് നമ്മുടെ ഈ ഒത്തിരി സ്ഥാപനങ്ങളിൽ കൊടുത്തിട്ടുണ്ട്. അതായത് സർക്കാർ ഓഫീസുകളിൽ, കരുനാഗപ്പള്ളി പോലീസ് സ്റ്റേഷൻ, ഫയർ സ്റ്റേഷൻ, പിന്നെ ഗ്രന്ഥശാലകളിൽ, അംഗനവാടികളിൽ, ഇവിടെ എല്ലാം ഞാൻ എത്തിച്ചിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതാണെങ്കിൽ മോടെ ചിത്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇത് ആരെങ്കിലും കാണണമെന്നുള്ള ഇതിനു വേണ്ടി പരമാവധി കോപ്പി എടുത്ത് ഒത്തിരി എടുത്ത് വിൽക്കാൻ, അതായത് എനിക്ക് മുതൽ കിട്ടാനും വേണ്ടി ഒരു 30 രൂപേൻ്റെ പ്രിൻറ്റിൻ്റെ ചിലവ്, 30-50 രൂപയോളം റേറ്റ് വരും. 50 രൂപേൻ്റെ പ്രിൻറ്റിൻ്റെ ചിലവ് വരും. പിന്നെ ആ മുതലെങ്കിലും ഞാൻ കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ 2-3 എടുത്ത് പോയിരുന്നിട്ടുണ്ട്. പിന്നെ മോടെ ഒത്തിരി ചിത്ര പ്രദർശനങ്ങൾ നടന്നിട്ടുണ്ട്. ഒത്തിരിയും ഗ്രന്ഥശാലകാരും ഒത്തിരി പല അകലങ്ങളിൽ നിന്ന് ഗ്രന്ഥശാലകളിൽ തന്നെ വിളിച്ചിട്ടുണ്ട്. മോടെ ചിത്ര പ്രദർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഗൗരിക്ക് ഫ്ലവേഴ്സ് ടിവിയുടെ വക ഒരു കിറ്റ് ഉണ്ട്. പിടിക്കാനല്ലേ പറ്റില്ലല്ലേ, നല്ല വെയിറ്റുണ്ട് താഴേക്ക്. അപ്പോൾ ഗൗരിക്കുട്ടി ഒരുപാട് പടങ്ങൾ ഇനിയും വരയ്ക്കാൻ പറ്റട്ടെ, വലിയ കലാകാരിയാകട്ടെ, പെട്ടെന്ന് തന്നെ വിജയണ്ണനെ കാണാൻ പറ്റട്ടെ. വിജയണ്ണനെ കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾ വരുന്നുണ്ട് വീണ്ടും കേട്ടോ.